ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി ഇപ്പൊ തമിഴ്നാട് പിടിയിട്ടിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല, പാലട പായസമാണ്. നമ്മൾ ആൽപ്പലിപി വെച്ചിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് ഇട്ടിട്ടുണ്ട്. അതുപോലെ ശരിക്കും ഒതന്റിക് ആയിട്ട് എങ്ങനെയാ കളർ വരുന്നേ എന്നുള്ളതിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം വേറൊരു സൂത്രമാണ് എങ്ങനെ നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് തയ്യാറാക്കാം എന്നുള്ളതാണ്. ആ സൂത്രം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അത് കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. ഞാനിപ്പോ ഇത് ലുലുന്നോ നെസ്റ്റോ നമ്മൾ എവിടെ മേടിച്ചേട്ടാ? ലുലുന്നോ നെസ്റ്റോന്നാണ് ഞങ്ങൾ ഇവിടുന്ന് എടുത്തത്. ലുലുലും ഒക്കെ കാണാറുണ്ട്, എല്ലായിടത്തും ഉണ്ട് ഇട്ടത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് മേടിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് കിട്ടാത്തവരാണെങ്കിൽ ഈ സൂത്രത്തിന്റെ വേറൊരു പകർപ്പുണ്ട്, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഒക്കെ ഇവിടെ തന്നെ വലിച്ചു നീട്ടണില്ല. അപ്പൊ നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അതെങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാന്നുള്ളതും ആ സൂത്രം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ പറയാനുള്ളത്, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. വീഡിയോസ് ചെയ്യാതെ ഇരിക്കുന്നത് വേറെ ഒന്നുകൊണ്ടല്ല, അപ്പൊ കുറച്ച് തിരക്കുള്ള കുറച്ച് പണികളുണ്ട്. അപ്പൊ അതുകൊണ്ട് സമയം ഇല്ലാന്ന് പറയണില്ല, കുറച്ച് തിരക്കുണ്ട് ഇപ്പൊ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തേട്ടാ. അപ്ലോഡ് ചെയ്യും, വിഷമിക്കണ്ട. എന്തായാലും റെസിപ്പീസ് ഒക്കെ ഇടും. എന്താ പറയാ, മെസ്സേജ് അയച്ച് ചോദിച്ചവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് ഹാപ്പി ഓണം. ഒപ്പം റെസിപ്പി കാണാം. ഒരു റെസിപ്പി കൂടി ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എളുപ്പത്തിൽ അവിയൽ തയ്യാറാക്കുന്നത്, പടപ്പടപ്പടേന്ന് പറഞ്ഞിട്ട് അവിയൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൂത്രം കൂടി ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ റെസിപ്പി കണ്ടു നോക്ക്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇഷ്ടമായില്ലെങ്കിൽ എന്താ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ അടുത്ത വീഡിയോയിൽ പോയോ എന്തായാലും ഇഷ്ടമാവാതിരിക്കില്ല. അപ്പം ഇതേ അട എടുത്തിട്ടുണ്ട്. ഇതിപ്പോ 200 ഗ്രാമിന്റെ പാക്കറ്റാ. ഇതെടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ നേർ പകുതിയാണ് എപ്പോഴും ഉപയോഗിക്കാറ്. ഒരു 100 ഗ്രാമാണ് ഇന്ന് നമുക്ക് അട ആവശ്യമുള്ളൂ. ഇതേ നല്ല റെഡാട്ടാ, 200 ഗ്രാമിന്റെ പാക്കറ്റ്. ഇത് മൊത്തം നമുക്ക് വേണ്ട. ഞാൻ ഇതിന്റെ നേർ പകുതി 100 ഗ്രാം അതിലേക്കായിട്ട് ഉപയോഗിക്കണുള്ളൂ. അപ്പൊ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ, അപ്പൊ നമുക്ക് അട ഇട്ട് കൊടുക്കാം. ഇപ്പൊ കണ്ടോ, നമ്മുടെ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്, നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിത് ആ പാക്കറ്റിൽ നിന്ന് പകുതി അട എടുത്തിട്ടുള്ളൂ കേട്ടോ. പകുതി അട ഇതിൽ തന്നെ ഉണ്ട്. പകുതി അട ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാം അട അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലോണം ഇളക്കുക. ഇളക്കിയ ഉടനെ തന്നെ നമ്മുടെ ഈ അരിപ്പ ഉണ്ടല്ലോ, അരിപ്പ പാത്രത്തിൽ ഇട്ടിട്ട് നല്ലോണം പച്ചവെള്ളം ഒഴിച്ചിട്ട് കഴുകി എടുക്കുക. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള ചെറിയ തരികൾ പൊടികളൊക്കെ പോവും. അല്ലെങ്കിൽ അത് പായസത്തിലായി കഴിഞ്ഞാൽ ഇങ്ങനെ കുറുകിയ പോലെയോ. അപ്പൊ അത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കുക. പച്ചവെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഒന്നിട്ടിട്ട് ഇളക്കുക. അപ്പൊ തന്നെ എടുക്കുക, വേവണ്ടാട്ടാ. അപ്പൊ തന്നെ അത് ഈ ഒരു കളറായിട്ട് നമുക്ക് കിട്ടും. വെന്ത് കഴിഞ്ഞാൽ നമ്മൾ കുക്കറിൽ ഇടുമ്പോൾ അത് വേവ് കൂടി പോവും. കുക്കർ എടുക്കുക. കുക്കറാണ് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത്. ഇപ്പൊ ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതായത് നമുക്കൊരു 250 ml വെള്ളം വേണം കേട്ടോ. 250 ml എന്ന് പറയുമ്പോൾ 1 കപ്പ് വെള്ളമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അത് ഞാൻ എടുത്ത് പറയാണ്, കറക്റ്റ് അളവ് തന്നെ. ഇനി വെള്ളം ഒന്ന് തിളക്കട്ടെ. ഇപ്പൊ നമ്മുടെ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ആ നേരത്തെ ഇതിലേക്ക് 1 ലിറ്റർ നല്ല കട്ടിയുള്ള പാല്, പശുപാല് 1 ലിറ്റർ കേട്ടോ. അടുത്ത നമ്മുടെ ചേരുവ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആൽഫലിബി ആണെങ്കിൽ ഇപ്രാവശ്യം ഇതാണ് നമ്മുടെ പാലടയുടെ താരം എന്ന് പറയുന്നത്. അതായത് ഇത് കാരമൽ കണ്ടൻസ്ഡ് മിൽക്കാണ്, കാരമലൈസ് ചെയ്ത കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ഇത്. അപ്പം ഇത് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക സ്വാദാണ്. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക്. നല്ലൊരു പ്രത്യേക ടോഫിയുടെ രുചിയൊക്കെ ആയിട്ട് നല്ലൊരു പ്രത്യേക സ്വാദത്തിന് ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇതൊന്ന് ഇതിന്റെ അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ ഒരു ഇത് കൂടുതൽ നമ്മളിപ്പോ ഈ വിചാരിക്കണ പോലെയല്ല, ഇത് അധികം ചേർക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കുറച്ചേ വേണ്ടൂ. കാരണം അല്ലാതെ തന്നെ നമുക്ക് നല്ലൊരു ഷെയ്ഡ് കളർ കിട്ടും ഇതിന്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ഇനി ഇത് കിട്ടാത്തവരാണെങ്കിൽ, നോർമൽ കണ്ടൻസ്ഡ് മിൽക്ക് കിട്ടുന്നവരാണെങ്കിൽ ഇത് ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്. അതായത് നമ്മുടെ നോർമൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടല്ലോ വൈറ്റ്, അത് ഈ കവർ ഇങ്ങനെ പൊളിച്ച് കളയാൻ കിട്ടും. കണ്ടോ, അതുമേ ഉണ്ടാവും ഇങ്ങനത്തെ കവർ. അത് ഈ കടലാസ് ഒന്ന് പിച്ചി ചീന്തി കളയാം. ഇതുപോലെ ഒന്ന് പിച്ചി ചീന്തി കളഞ്ഞിട്ട് ഈ ടിന്ന് പൊളിക്കരുത്, ഈ മൂടി എടുത്ത് കളയരുത്. ഇപ്പൊ ഇതുപോലെ മൂടി ഞാൻ എടുത്ത് കളഞ്ഞൂലോ, ഈ മൂടി എടുത്ത് കളയരുത്. അതിന്റെ ആ മൂടിയോടൊക്കെ പൊട്ടിക്കാതെ ഈ കടലാസ് മാത്രം എടുത്ത് കളഞ്ഞിട്ട് ഇതുപോലെ കുക്കറിൽ ഈ പാത്രം ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ഒന്ന് വിസിലിട്ടിട്ട് വെക്കുക. ഒരു 10-20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ. അപ്പൊ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നീട് ആ കുക്കർ പൂർണ്ണമായിട്ട് തണുത്തതിന് ശേഷം തുറന്നു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പരിവായിട്ടും കിട്ടും. ഞാനിപ്പോൾ ഇവിടെ 8 ടേബിൾ സ്പൂണ് കാരമലൈസ്ഡ് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കുറച്ച് നമ്മുടെ പശുമ്പാല്, നമ്മുടെ ആ ചൂടായോണ്ടിരിക്കുന്ന പാലുണ്ടല്ലോ, അത് കുറച്ചെടുത്ത് ഒഴിക്കുക. അതൊന്ന് അടിഞ്ഞ് കിട്ടാനാ, അല്ലെങ്കിൽ നമ്മൾ പാലിലേക്ക് ഡയറക്റ്റ് ചേർത്താലേ പിരിഞ്ഞ പോലെയാവും. ഇപ്പൊ നമ്മുടെ പാൽ ഇതേ എന്ന് പറയുമ്പോൾ അതൊക്കെ തിളച്ച് വന്നു തുടങ്ങി. ആ നേരത്തെ നമ്മുടെ കൂട്ട് ഇതേ ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. അല്ലെങ്കിൽ ഇതേ തരിയായിട്ടൊക്കെ എടുക്കത്തിലേക്ക് ഇടുമ്പോൾ പിരിഞ്ഞ പോലെ ഇതേ തീ ഒന്ന് കുറച്ചു കൊടുക്കുക. അതിന് ശേഷം അതുപോലെ മോനെ ഇനി ഇതിലേക്ക് നമ്മൾ തീ ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ അടിച്ചു വെച്ച കൂട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല ഒന്ന് ഇളക്കണം കേട്ടോ. ഒരു പ്രത്യേക ഒരു രുചി വ്യത്യാസം ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് അറിയാലോ, കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് പറയുന്നത് ഓൾറെഡി പാലും പഞ്ചസാരയാണ്. അതങ്ങനെ പുഴുങ്ങി ആ ഒരു സെറ്റപ്പ് ആക്കി എടുത്തേക്കുന്നതാണ്. പുഴുങ്ങാന്ന് ഞാൻ പറയുന്ന വാക്കാട്ടോ, പുഴുങ്ങാന്ന് അങ്ങനെയൊന്നല്ല. അതിങ്ങനെ സ്റ്റീം ചെയ്തിട്ട് ആ ഒരു ലെവലാക്കി എടുത്തേക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു രുചി വ്യത്യാസം പാലടയ്ക്ക് വരില്ല. 100-101% ഉറപ്പ് ഞാൻ പറയുന്നു. ഇതല്ലെങ്കിൽ ഇതിൽ എളുപ്പമുള്ളത് നമ്മൾ ഇനി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലത്തെ സമയത്ത് നമ്മുടെ ആൽഫലിബി വെച്ചിട്ടുള്ളത്. അതും ചെയ്യാട്ടോ നിങ്ങൾക്കൊക്കെ.
നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണില്ലേ ഇതിന്റെ? ഞാൻ ക്യാമറ അവിടെ നിന്ന് എടുത്ത് പിടിച്ചു കയ്യിലേക്ക്, കണ്ടോ? ഇതിന്റെ ഷെയ്ഡൊക്കെ ഇതേ ഇപ്പൊ തന്നെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ദേ ഈ ഒരു പരിവം മതി കേട്ടോ. നമുക്ക് അധികം വല്ലാണ്ട് അങ്ങോട്ട് ഒഴിക്കലുണ്ട്, നല്ലൊരു കടുത്ത കളറായി പോകും. അപ്പോൾ ഒരു മീഡിയം ലെവലിൽ ഒഴിച്ചാൽ മതി. ഇനിയിപ്പോൾ അങ്ങനത്തെ കളർ വിഷയമില്ലാത്തവർക്ക് അങ്ങനെ ഒഴിക്കാം. കണ്ടോ ഇപ്പം തന്നെ കളർ മാറി തുടങ്ങി നമ്മുടെ പാലിൻ്റെ. ഒന്ന് തിള വരണോട് കൂടിയിട്ട് പഞ്ചസാര അടയും നമുക്ക് ഒരുമിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 5 ടേബിൾ സ്പൂണിലും കൂടുതൽ വേണമെന്നില്ല കേട്ടോ, കാരണം ഓൾറെഡി നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മധുരം കൂടി നോക്കിയിട്ട് മധുരം ചേർത്താൽ മതി. 5 മതിയാവും. പിന്നെ അതുപോലെ നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ അട ഉണ്ടല്ലോ, ചൂടുവെള്ളത്തിലിട്ട് എടുത്തത്, അത് ചേർത്ത് കൊടുക്കുക. അട വേവേണ്ട ആവശ്യമില്ല, നമുക്ക് ചൂടുവെള്ളത്തിൽ ഒന്നിട്ട് ഇളക്കി എടുത്തതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ച് കഴുകുക. വീഡിയോയിൽ കാണിച്ച പോലെ അട വെന്ത് പോയാൽ പിന്നെ അത് ഉടയും. നമ്മുടെ അട ചേർത്ത് കൊടുത്തതിന് ശേഷം കണ്ടോ നല്ല തിളച്ച് വന്നു. ഇനി കുക്കറിന്റെ മൂടി എടുക്കുക. വാഷറൊന്നും ഊരി മാറ്റണ്ട കേട്ടോ, വാഷറൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വേണം. ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം. കുക്കറിന്റെ വിസിലിട്ട് കൊടുക്കുക. ഒരു 20 മിനിറ്റ്, കൂടുതൽ സമയം നമുക്ക് വേണ്ട, വെറും 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. ഇവിടെ തട്ടാനും മുട്ടാനും നിൽക്കരുത്, അപ്പോഴാണ് ഇത് വിസിൽ വരിക. അല്ലെങ്കിൽ വിസിലൊന്നും വരില്ല. സ്റ്റൗമ്മ വേറെ എന്തെങ്കിലും ഇളക്കാനും പിടിക്കാനൊക്കെ നിൽക്കുമ്പോൾ ഇതിലേക്ക് ഇളക്കം തട്ടുമ്പോഴാണ് അത് വിസിലായിട്ട് വരണേ. അപ്പോൾ ഇപ്പോൾ ഒന്നും നമ്മൾ ചെയ്യേണ്ട, 20 മിനിറ്റ് അത് അവിടെ ഇരിക്കട്ടെ. ഏറ്റവും ലോ ഫ്ലെയിം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്, ലോ ഫ്ലെയിം ഏതാ ഉദ്ദേശിച്ചെന്നുള്ളത്. അത്രയും നേരിയ തീയെ നമുക്ക് വേണ്ടു, അധികം ആവണ്ട, അധികമായ വിസിൽ വരും. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു അപ്പം തന്നെ തുറക്കണ്ട, ഒരു 5-10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അതിരിക്കും തോറും അപ്പോൾ അതിൻ്റെ ആ ഒരു ചൂടിലിരുന്നിട്ട് ഒന്ന് സെറ്റ് ആവും നമുക്ക്. അപ്പം തന്നെ നിങ്ങൾ തുറക്കാൻ നിൽക്കേണ്ട, അധികത്തിൽ എയർ ഉണ്ടാവും, അത് പോണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതേ കണ്ട, ഇതിൻ്റെ ഉള്ളിൽ ആ കാറ്റൊക്കെ പോയി ചൂച്ചു. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് വിസിൽ ആദ്യം ഊരി മാറ്റാം. ഇനി ഞാൻ കാണിച്ചു തരാട്ടെ ഇതിൻ്റെ ഉള്ളിലത്തെ പരിവം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പാലട പായസം. നിങ്ങൾക്ക് അട ഇത്തിരി കൂടി കൂടുതൽ വേണമെങ്കിൽ ഇത്തിരി കൂടി കൂടുതൽ ചേർക്കാം. എനിക്കിപ്പോൾ അധികം അങ്ങോട്ട് അട അങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നത് അത്ര ഇഷ്ടമില്ല. അപ്പോൾ ഈ ഒരു അളവിന് എടുത്താൽ മതി. ഇത്തിരി കൂടി കൂടുതൽ അട വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. അവസാനം ഒരു മിനുക്കുപണി പോലെ മധുരമുള്ള സാധനങ്ങളിൽ എപ്പോഴും നമ്മൾ പറയില്ല, ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിക്കാം. നമ്മൾ വെണ്ണയാണ് കേട്ടോ ഇടാറ്. പാലടയിലേക്കും എനിക്ക് തോന്നുന്ന പാൽപ്പായസത്തിലേക്കൊക്കെ വെണ്ണയാണ് ഇച്ചിരി കൂടി നല്ലതെന്ന് എനിക്ക് തോന്നണേ. അപ്പം ഏത് വെണ്ണയായാലും കുഴപ്പമില്ല, ബട്ടർ അത് ഇട്ട് കൊടുക്കുക, ഒരു ചെറിയ കഷ്ണം. കണ്ടോ, ഇനി നമ്മളിപ്പോൾ അധികം ഇട്ടിട്ട് ഇളക്കണ്ട, നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഒന്നുകൂടി ചൂടാറട്ടെ, കയ്യിലെടുത്ത് മാറ്റാം. ആ വെണ്ണ ഇട്ട് കൊടുത്തിട്ട് അതെ ഈ പാട വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കുക്കർ തുറന്ന ഉടനെ ഞാൻ ഇളക്കി, നമ്മുടെ ഇത്തിരി ആകാംക്ഷ കൂടി കൂട്ടത്തിലായതുകൊണ്ട് പെട്ടെന്ന് ഇളക്കിയതാണ് കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പാട അങ്ങോട്ട് മാറ്റിയെടുക്കാം. അതല്ലെങ്കിൽ ഇതിങ്ങനെ മുകളിൽ ഇങ്ങനെ ചിന്നി ചിത്രക്ക് കിടക്കും. ഞാനത് എടുത്ത് മാറ്റാൻ വിട്ടുപോയി ഇപ്രാവശ്യം. അപ്പോൾ അതിങ്ങോട്ട് എടുത്ത് മാറ്റിക്കോട്ടോ. ഞാൻ ആകാംക്ഷ കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇളക്കി നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാനുള്ള ധൃതിയിൽ. അപ്പോൾ ഇതേ ഞാൻ അവിടെ ഇരിക്കട്ടെ, ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് പരിവം കാട്ടിത്തരാം കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ നമ്മുടെ പാലട? അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കാതിരിക്കരുത്. നല്ല രുചി, നല്ല മണം. പിന്നെ അട വേവരുത്, നമുക്ക് കുക്കറിൽ കിടന്നിട്ട് അത് വേവാനുള്ളതാ. ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് എടുക്കാനേ പാടുള്ളൂ, അല്ലെങ്കിൽ ആകെ ഉടഞ്ഞു പോകൂട്ടോ.